നെറ്റില്ല അല്ലേ? എല്ലാം സെറ്റാക്കിയത്, എല്ലാം സെറ്റാക്കിയത്. അങ്ങനെ ഒരു മണിയൊന്നുമില്ല, നിങ്ങൾ സെറ്റാക്കി. അല്ല, നേരത്തെ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞൊരു 12 മണിക്ക്. നെറ്റിന്റെ പ്രശ്നമുണ്ടോ? അല്ല, 12 മണിക്കല്ല സെറ്റ് എന്ന് പറഞ്ഞതല്ലേ? ഓഡിയോ ഉണ്ടാവില്ല സാർ, രണ്ടും ഒന്നിച്ച് ശരിയാവും. ശരി. ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ വരദരാജൻ സർ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സനിൽ സർ, വിവിധ റീജിയണൽ ഓഫീസുകളിൽ നിന്നും ബ്രാഞ്ചുകളിൽ നിന്നും ഈ യാത്രയപ്പ് യോഗം ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 134 ജീവനക്കാരാണ് ഇന്ന് സേവനകാലം പൂർത്തിയാക്കി റിട്ടയർ ചെയ്തു പോകുന്നത്. ഈ 134 ജീവനക്കാരെയും അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ യോഗത്തിലേക്ക് ആദ്യമായി ഞാൻ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ വരദരാജൻ സാറെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സനിൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിവിധ മേഖലാ തലവന്മാർ, ബ്രാഞ്ച് മാനേജേഴ്സ്, മറ്റുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ സ്ഥാപനത്തിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന 134 പേരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MD ക്ഷണിച്ചുകൊള്ളു. ഏറെ ബഹുമാന്യനായ KSFE ചെയർമാൻ ശ്രീ K. വരദരാജൻ അവർകൾ, യോഗത്തിൽ സ്വാഗതം ആശംസിച്ച HR ഹെഡ് ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഈ യോഗത്തിൽ വളരെ താൽപര്യപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വിരമിക്കുന്ന സഹപ്രവർത്തകർ, പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാപനം പുരോഗതിയുടെ ഘട്ടങ്ങൾ ഓരോന്നായി പിന്നിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള 134 പേർ വിവിധങ്ങളായിട്ടുള്ള തസ്തികകളിൽ നിന്നും ഇന്ന് വിരമിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള
DGM കേഡറിലുള്ള ഉദ്യോഗസ്ഥൻ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള PTS കേഡറിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഉള്ള കാര്യം നമുക്കറിവുള്ളതാണ്. അപ്പോൾ പൊതുവെ സ്ഥാപനം ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം കൂട്ട വിരമിക്കൽ, വ്യത്യസ്തങ്ങളായിട്ടുള്ള തസ്തികകളിൽ നിന്ന്, എല്ലാ തസ്തികകളിൽ നിന്നും ഒക്കെയുള്ള വിരമിക്കൽ തീർച്ചയായിട്ടും ചെറുതല്ലാത്ത ഒരു ഭാരം നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന രീതികളിൽ വരുത്തിവെക്കും എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ 55 പതിറ്റാണ്ടിലേറെ കാലമായി നമ്മുടെ സ്ഥാപനം ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ തന്നെ അനായാസം അഭിമുഖീകരിക്കുകയും നേരിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു അഭാവവും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കരുത്തോടുകൂടിയ പ്രവർത്തനങ്ങളിലൂടെ, കൂടുതൽ സേവന തൽപരത പുറത്തെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് കാണുന്നത്. നമുക്കറിയാം, ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ ഒരു പ്രത്യേകത, വളരെയധികം നാളുകളായി ഈ സ്ഥാപനത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓഫീസുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ പൊതു താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലയിൽ ഇടപാടുകാർക്ക് നിസ്തുലമായ സേവനം പ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓഫീസുകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവരൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ സ്ഥാപനം അതിൻ്റെ പുരോഗതിയുടെ പരമകോടിയിൽ എത്തി നിൽക്കുന്നെങ്കിൽ അതിൻ്റെ കാരണക്കാരിൽ പ്രമുഖരാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നമുക്കറിയാം, പൊതുവെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉയർച്ച നമ്മുടെ സംസ്ഥാനത്ത് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതിൽ തന്നെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ സാധാരണ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെയും അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഒക്കെ തന്നെ തട്ടിച്ചു നോക്കുമ്പോൾ അതിനേക്കാൾ ഏറെ മികവാണ് എല്ലാ മണ്ഡലങ്ങളിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സേവനാവകാശ നിയമം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ്. അതിൻ്റെ എല്ലാ അർത്ഥപൂർണമായിട്ടുള്ള അംശങ്ങളും സ്വാംശീകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന കാര്യത്തിൽ നമ്മുടെ സ്ഥാപനം ഏറെ മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ബിസിനസിന്റെ വളർച്ചയാകട്ടെ, അതാത് ഘട്ടങ്ങളിൽ സർക്കാരുകൾ പുറത്തെടുക്കുന്ന പദ്ധതികൾ നടപ്പിൽ വരുത്തുന്ന കാര്യത്തിലാകട്ടെ, അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്ത് മികച്ച സേവനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങളെ എല്ലാം അസൂയപ്പെടുത്തുന്ന നിലയിൽ പുറത്തെടുക്കുന്ന കാര്യത്തിലാകട്ടെ ഒക്കെ തന്നെ മുൻനിരയിലാണ് നമ്മുടെ സ്ഥാപനം. അപ്പോൾ ഈ ഘട്ടത്തിൽ മികച്ച ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ടാണ്. ഇനിയുള്ള കാലത്ത് ധാരാളമായി നമ്മുടെ സ്ഥാപനത്തിലേക്ക് പുതിയ ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടിരിക്കുന്നു. അനുഭവസ്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടം എന്നും നമ്മുടെ കരുത്താണ്. ഇപ്പോൾ വിരമിക്കൽ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഈ 134 ഉദ്യോഗസ്ഥരുടെ പാത പിന്തുടർന്നുകൊണ്ട് അവർ വഴികാട്ടിയ ഒട്ടനവധി കാര്യങ്ങൾ, വഴികാട്ടിയായി മാറിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവയെയൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് തീർച്ചയായിട്ടും നമുക്കൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. എനിക്ക് ഉറപ്പുണ്ട്, ഒട്ടനവധി നേട്ടങ്ങൾ അടുത്തിടെ നമ്മുടെ സ്ഥാപനം കൈവരിച്ചു. ഇത് മികവ് തന്നെയാണ്. പക്ഷേ മികവിന്റെ ഭ്രമണപഥം ഇനിയും നമുക്ക് ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വിരമിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം തന്നെ അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷികളായി തുടരൽ എന്ന നിലയിലൊക്കെ തന്നെ നമ്മുടെ ഈ ഉയർച്ച കാണുന്നതിന് നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. അവരുടെയൊക്കെ തന്നെ പ്രോത്സാഹനങ്ങൾ ഇനിയും ഉണ്ടാകണം. അതുപോലെ തന്നെ ഇത്തരം ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിനും അവരോടൊപ്പം അവർ വിരമിച്ച് പുറത്തു പോകുകയാണെങ്കിലും അവരോടൊപ്പം സൗഹൃദം പങ്കിടുന്നതിനും അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ താല്പര്യങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കുന്നതിനും തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും വിരമിക്കുന്ന 134 ഉദ്യോഗസ്ഥർക്കും നേരുന്നു.
KSFE എന്ന ഈ സ്ഥാപനത്തിൽ നിന്നും ഏറെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള ഒരു ഉത്തരവാദിത്തപൂർണമായിട്ടുള്ള ഒരു അറിയിപ്പ് ഈ 134 ഉദ്യോഗസ്ഥർക്കും നൽകുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൂടുതൽ കാര്യക്ഷമമായും ഉത്തരവാദിത്തപൂർണമായും ഉള്ള പ്രവർത്തനം KSFEയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഉറപ്പു നൽകുന്നു. അത് കേരള സമൂഹത്തിന് കൂടിയുള്ള ഒരു ഉറപ്പായി കരുതണം. തീർച്ചയായിട്ടും സ്ഥാപനത്തെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സർക്കാരും ബഹുമാനപ്പെട്ട ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും ശ്രമിക്കുമ്പോൾ ഒന്നായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഈ 134 പേർ കഴിച്ചുള്ള 8,000-ൽ പരം ജീവനക്കാർ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള സമീപനത്തോടെ ഉണ്ടാകും. അത് ഇപ്പോൾ വിരമിക്കുന്നവരുടെ തീർച്ചയായിട്ടും പൂർണ്ണ പിന്തുണയും അവർക്ക് നൽകുന്ന യാത്രയപ്പിന്റെ അർത്ഥപൂർണമായ ഒരു തലവുമാണ് എന്നുള്ള കാഴ്ചപ്പാട് നിങ്ങളോടൊപ്പം പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിരമിക്കുന്ന ജീവനക്കാർക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, 134 ജീവനക്കാരാണ് ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും സേവനം മതിയായി പുറത്തേക്ക് പോകുന്നത്. ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഏതാണ്ട് 20,000-ഓളം ജീവനക്കാർ വിവിധ മേഖലകളിൽ നിന്നും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ OA തസ്തികയിൽ നിന്നും 11 ആളുകളും ജൂനിയർ അസിസ്റ്റൻ്റ്, അസിസ്റ്റൻ്റ് മാനേജർ തുടങ്ങിയ തസ്തികകളിൽ നിന്ന് 64 ആളുകളും മാനേജർ തസ്തികയിൽ 52-ഉം AGM തസ്തികയിൽ നിന്ന് 6-ഉം DGM തസ്തികയിൽ നിന്ന് ഒരാളുമാണ് റിട്ടയർ ചെയ്യുന്നത്. ഏറ്റവും സീനിയറായിട്ടുള്ള കൊല്ലം റൂറൽ AGM ആയിട്ടുള്ള ശ്രീ പ്രമീള അവറുകൾ ഈ ലിസ്റ്റിൽ പെടുന്ന ഒരാളാണ്. കണ്ണൂർ AGM ഗിരീഷ് കുമാറാണ് രണ്ടാമത്തെ സീനിയറായിട്ടുള്ള വ്യക്തി. നമ്മുടെ HOയിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന ഉഷാദേവി മൂന്നാമത്തെ സീനിയറായിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ സേവനം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ വളരെ നിർണായകമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എല്ലാവരും ഏറ്റവും കുറഞ്ഞത് ഒരു 10 വർഷത്തെയെങ്കിലും സേവനം ഈ സ്ഥാപനത്തിൽ നടത്തിയിട്ടുള്ളവർ തന്നെയാണ്. അതുമുതൽ 32 വർഷം 35 വർഷം വരെ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ നമ്മളിൽ നിന്നും പിരിയുന്നത്. തീർച്ചയായും ഈ അനുഭവസമ്പത്ത് മാത്രമല്ല, പ്രതിജ്ഞാബദ്ധമായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഇത്രയും വലിയ ആളുകൾ ഒന്നിച്ച് സ്ഥാപനത്തിൽ നിന്നും ഒഴിവാകുന്നു എന്നുള്ളത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലത്തേക്കെങ്കിലും പ്രയാസമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആ വിടവ് നികത്തി കൂടുതൽ കാര്യക്ഷമമായി സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെയെല്ലാം പ്രാപ്തരാക്കിക്കൊണ്ടാണ് ഇവരെല്ലാം വിരമിക്കുന്നത് എന്നതാണ് ഏറ്റവും സന്തോഷകരവും ആശ്വാസകരവുമായ കാര്യം. ആ ഉത്തരവാദിത്തങ്ങൾ ഈ കാലഘട്ടത്തിൽ നിർവഹിച്ച് ഈ സ്ഥാപനത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായി ഉയർത്തിക്കൊണ്ടുവരാനും അഭിമാനപൂർവ്വം ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വലിയ പങ്ക് വഹിച്ച ഈ 144 സഹപ്രവർത്തകരെയും ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. അവരുടെ ഭാവി ജീവിതം സന്തോഷകരമായി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകട്ടെ. ഏത് സമയത്തും നിങ്ങൾക്ക് KSFEയുടെ ഏത് ഓഫീസിലേക്കും ധൈര്യപൂർവ്വം കടന്നു വരാൻ കഴിയുന്ന തരത്തിലുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എന്ന കാര്യം ഏറെ അഭിമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് ഏത് സമയത്തും എപ്പോഴും നിങ്ങൾക്ക് കേരളത്തിലുള്ള ഏത് KSFE സ്ഥാപനത്തിലേക്കും
തല ഉയർത്തി ഇതെൻ്റേതു കൂടിയായ ഒരു സ്ഥാപനമാണ് എന്ന ആത്മാഭിമാനത്തോടുകൂടി കടന്നു വരാൻ നിങ്ങൾക്ക് കഴിയും. ആ നിലയിൽ നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും ഈ റിട്ടയർ ചെയ്യുന്ന 134 സഹപ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്ന് വിരമിക്കുന്ന ജീവനക്കാരുടെ ഒരു രേഖാചിത്രം ഉൾപ്പെടെ ഓരോ ആൾക്കാരുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഒന്ന് പ്രദർശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇനിയുള്ളത്. അതിൻ്റെ നേതൃത്വം വഹിക്കുന്നതിന് വേണ്ടി HR ഹെഡിനെ ശ്രീ കുഞ്ഞിക്കണ്ണനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന 134 പ്രവർത്തകർക്കും ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഓരോ ആൾക്കാരെയും എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. നജീഫ എസ്, സുജാത എ, ദേവി VC, സുലേഖ കെ കുട്ടിയം, പ്രഭ എസ് കരമന, അജിതകുമാരി എസ് കഴക്കൂട്ടം, സജി എസ് ലോൺ യൂണിറ്റ് ആലപ്പുഴ, സയ്യദ് VK ചേരാനല്ലൂർ, സെൽവസ്റ്റർ G വൈറ്റില ഈവനിംഗ്, ശെൽവരാജൻ G SVT നെയ്യാറ്റിൻകര, ഉഷാദേവി KV തൃശൂർ HO, രാജേന്ദ്ര പ്രസാദ് G കുടുമൺ, ബേബി C അമ്പലപ്പുഴ, ബേബി C അമ്പലപ്പുഴ, ജയ KK തൃശൂർ 1, അജിതകുമാരി VV കൊടുങ്ങല്ലൂർ, അജിതകുമാരി KS കടുത്തുരുത്തി, ഗിരിജകുമാരി S പുതൂർ, റഫീഖ BVS മണക്കാട്, ശ്രീജ PV ചക്കരക്കൽ, ലില്ലി MR കല്ലമ്പലം, സരള KK കങ്ങരപ്പാടി, സുപ്രഭ K തൃശൂർ 4 വെളിയന്നൂർ, അംബികാദേവി T കലവൂർ, ജയശ്രീ S വിഴിഞ്ഞം, മൂസ P കല്ലാച്ചി, ഷറീഖത്ത് വലിയ പീടിക മാവൂർ റോഡ്, സീരത്ത് BVA മടത്തറ, പുഷ്പ CD തൃശൂർ 1, നാസർ K കുഴൽമന്നം, കമലാഭായ് VK തെങ്ങണ, സുലോചന KM പാമ്പാടി, മിനി പ്രിയദർശിനി N കാക്കനാട്, അജയകുമാർ BK മാവേലിക്കര, റെനി ജോർജ് നെയ്യാറ്റിങ്കര ഈവനിംഗ്, അബ്ദുള്ള K സുൽത്താൻ ബത്തേരി, മുംതാസ് P വെസ്റ്റ് ഹിൽ കോഴിക്കോട്, ദേവിക P കല്ലടിക്കോട്, വേണുഗോപാലൻ K കോങ്ങാട്, ഉഷ T ഇരിഞ്ഞാലക്കുട 2, ഗീതാകുമാരി D കണ്ണനല്ലൂർ, ജയകുമാർ RK SVT നെയ്യാറ്റിങ്കര, രമേഷ് കുമാർ B മാവേലിക്കര, മുരളീധരൻ CA തൃശൂർ HO, വിശ്വനാഥൻ P റീജിയണൽ ഓഫീസ് മലപ്പുറം, മൻസൂർ NA
പെരുമ്പാവൂർ സെക്കൻഡ്. സുരേഷ് കുമാർ TG, തൃശൂർ HO. മാഗി ഫാബിയൻ, എറണാകുളം കച്ചേരിപ്പടി. തങ്കമണി KK, കാണക്കാരി. രാഹുൽ M, പാരിപ്പള്ളി. ഷുക്കൂർ S, STT ആലപ്പുഴ. അജിത് കുമാർ KR, കുഴൂർ മൈക്രോ ബ്രാഞ്ച്. പൊന്നമ്മ തോമസ്, കുണ്ടറ. സ്വാമിദാസൻ B, ചേർത്തല ഈവനിംഗ്. ഇന്ദിരാദേവി MK, പേട്ട. മനോഹരൻ P, സ്റ്റാച്യു തിരുവനന്തപുരം ഈവനിംഗ്. ഗോപകുമാർ K, ലോൺ യൂണിറ്റ് കോട്ടയം. ശ്രീകല C, രാമനാട്ടുകര. വിജയൻ PP, കൊടുവള്ളി. ബൽരാജ് B, ചേർത്തല ഈവനിംഗ്. ശ്രീകുമാർ M, കടയ്ക്കൽ. സുനിൽകുമാർ B, കല്ലറ. മിനി TV, പുതുവൈപ്പ് മൈക്രോ. സീനത്ത് KA, ചേരാനല്ലൂർ. ബിജുകുമാർ SN, STT നെയ്യാറ്റിൻകര. സലീല O, കോഴഞ്ചേരി. സുപ്രഭൻ NS, കോഴഞ്ചേരി. സുപ്രഭൻ NS, സുൽത്താൻ ബത്തേരി 2. അജയകുമാർ S, വർക്കല 2. വിജയൻ S, DBC സെന്റർ തിരുവനന്തപുരം. ശശികുമാർ S, വർക്കല. സുശീല K, പട്ടണക്കാട്. മുഹമ്മദ് അഷ്റഫ് M, കൊടുവള്ളി. ജയരാജൻ PM, നടക്കാവ്. സമീറ BV PM, ഹരിപ്പാട്. ഗീത KR, തൃപ്പൂണിത്തുറ. രാജീവ് K, റാന്നി പെരുന്നാട്. ഷാജിലാൽ B, എടവണ്ണ. രാജൻ JM, ഇലവന്തിട്ട. ശ്രീധരൻ P, കോട്ടായി. സതീഷ് B, പടിഞ്ഞാറത്തറ. അയൂബ് ഖാൻ, എലന്തൂർ. രാജു J, കനിയക്കാട്ടിൽ IAD തൃശൂർ 1. മണി PM, കിഴക്കമ്പലം. ദിലീപ് കുമാർ G, ആലപ്പുഴ സെക്കൻഡ്. സന്തോഷ് CS, കൊളക്കാട്. ഷഹാബുദ്ദീൻ S, RO കൊല്ലം റൂറൽ. ഗീതാ ദിവാകരൻ, മുട്ടം ഹരിപ്പാട്. അന്നമ്മ V, പൂച്ചാക്കൽ. തമ്പി B, ഏരൂർ. പ്രകാശ് S, RO തിരുവനന്തപുരം അർബൻ. കാത്തറിൻ CF, ചവറ തെക്കുംഭാഗം. ഷൈജു J, തൃശൂർ HO. സതീഷ് കുമാർ S, കുന്നത്തുകാൽ. അജിത് കുമാർ B, എറണാകുളം സൗത്ത്. ശ്രീലത TP, കലവൂർ. അനിൽകുമാർ C, പഴക്കുളം. നന്ദകുമാർ K, ആയൂർ. സുനിൽകുമാർ B, ചവറ. വിൽസൺ CA, പറക്കോട്. ശിവേഗോയെ IAD ട്രിവാൻഡ്രം 2. രാജീവൻ കായക്കൂൽ, മയ്യിൽ. അബ്ദുൾ ഷുക്കൂർ U, IAD കൊല്ലം 3. വിപിൻ LS, കരമന. മുരളീധരൻ P, കൊപ്പം. നിസാം S, മണനാക്ക്. മധുസൂദനൻ പിള്ളൈ, IAD കൊല്ലം 1. സുരേഷ് ബാബു KT, മുതുവറ. ശ്രീലത BK, RO ട്രിവാൻഡ്രം അർബൻ. ഉഷ K, കല്ലൂർ. ശ്രീലത P, ഓടാനവട്ടം. സജീവൻ C, മമ്പറം. അജിത് കുമാർ S, മല്ലപ്പള്ളി. എൽദോ പോൾ, RO എറണാകുളം റൂറൽ. വിനോദ് കുമാർ PV, ഹരിപ്പാട് 2. സജീവ് L, സിവിൽ സ്റ്റേഷൻ കരുനാഗപ്പള്ളി. അശോക് കുമാർ PB, മുളന്തുരുത്തി. അനിൽകുമാർ KM, തെക്കേക്കര. അനിൽകുമാർ K, നെയ്യാറ്റിങ്കര 1. ജയകുമാർ CR, തൃശൂർ HO. സുധ K, RO കോട്ടയം. മിനി SB, നെല്ലിമൂട്. നസീമ A, ശ്രീകാര്യം. മായ ജേക്കബ്, തോപ്പുംപടി.
രാജി സി ഇലഞ്ഞി, ബി രാമചന്ദ്രൻ കായംകുളം, ജ്യോതികുമാർ പി കണ്ണൂർ 1, ബിജുമോൾ ടി സി പുതുപ്പള്ളി. ഗിരീഷ് കുമാർ എസ്, RO കണ്ണൂർ, രാജേന്ദ്രൻ വി, RO എറണാകുളം അർബൻ, വേണുഗോപാലപിള്ള എസ്, RO ആലപ്പുഴ, അജിത് കുമാർ KD, RO കട്ടപ്പന, വിജയൻ A, RO മലപ്പുറം, പ്രമീള KP, RO കൊല്ലം റൂറൽ, പ്രമോദൻ A, തൃശൂർ HO. ശരി. ഗോൾഡിൻ്റെ 6000 കോടി ഇപ്പോൾ പറയണ്ട. നമ്മളുടെ ഈ ലളിതമായ ചടങ്ങ് ഫേസ്ബുക്ക് ലൈവ് ഉൾപ്പെടെ ഉള്ള നിലയിൽ അവസാനിക്കാൻ പോവുകയാണ്. കൂട്ടത്തിലൊരു ചെറിയ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. നമ്മുടെ സ്ഥാപനം ഇന്നുകൂടി ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 62 ദിവസത്തിനുള്ളിൽ 1000 കോടി അധികരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സ്വർണ്ണപ്പണയ വായ്പാ രംഗത്തുണ്ടായി. അതായത് 6000 കോടിയിലേക്ക് ഇന്ന് സ്വർണ്ണപ്പണയ വായ്പയുടെ ആകെ തുക ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എത്തിയിരിക്കുകയാണ്. 5000-ൽ നിന്നും 6000-ലേക്ക് എത്തുന്നതിന് കേവലം 62 ദിവസം മാത്രമാണ് എടുത്തിരിക്കുന്നത്. വളരെ വലിയ ഒരു നാഴികക്കല്ലായി നമുക്കതിനെ വിലയിരുത്താവുന്നതാണ്. ഇതിനായി പ്രവർത്തിച്ച ഇപ്പോൾ വിരമിക്കുന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. നന്ദി. നന്ദി പറഞ്ഞില്ല.